ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ്. മെസ്സി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ടർ ടി വി ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം അർജൻറ്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്തു. ഗവൺമെൻറ് അപ്രൂവലുകളെല്ലാം എടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരുന്നു, അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. RBIൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. ഫിനാൻസിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു, അതെടുത്തു. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ളൊരു വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളും ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനും നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക? ഇനി അവർ ഡേറ്റ് തരും നമുക്ക്. ആ ഡേറ്റ് എന്ന് പറയുന്നത് 2 ബ്രേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ആ 2 ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 തുടങ്ങി 14 വരെയാണ്. ഈ വർഷം ഒക്ടോബർ 6 തുടങ്ങിയിട്ട് 14 വരെ, അത് 9 ദിവസമാണുള്ളത്. രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് 10 തുടങ്ങി 18 വരെ. 2 ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത്. 2 ബ്രേക്കിനാണ് ഇവർക്ക് കളിക്കാൻ ഇൻ്റർനാഷണൽ കളിക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത്. ആ 2 കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും. ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ കൺഫർമേഷൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓൾറെഡി അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മെസ്സി വരില്ല, ഫുട്ബോൾ അസോസിയേഷൻ അർജൻറ്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. അവരെ ഒഫീഷ്യലായിട്ട് ഒരു രേഖകളിലും വന്നിട്ടില്ല. അർജൻറ്റീനയിലെ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഇനി ഖത്തറിലും ചൈനയിലും വേറൊരു രാജ്യം കൂടെ പറഞ്ഞു. ആ രാജ്യത്തും കൂടിയാണ് അങ്കോളയിലെ രാജ്യത്ത് അവരുടെ 50ാം വാർഷികമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ 7 ദിവസമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 7 ദിവസം മാത്രം നമുക്ക് വന്നാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ കളിക്കാം. അവർക്ക് ചൈനയിൽ കളിക്കാം, അവർക്ക് അങ്കോളയിൽ കളിക്കാം, ഖത്തറിൽ കളിക്കാം. അത് അവരാണ് നിശ്ചയിക്കുന്നത്. AFA ആണ് അവരെവിടെ കളിക്കണം, എങ്ങനെ കളിക്കണം നിശ്ചയിക്കുന്നത്. ഞങ്ങളും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജൻറ്റീന ടീമും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ഞങ്ങളുടെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യണം. ആ ഫുൾഫിൽ ചെയ്ത് ഞങ്ങളിപ്പോൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗത്തുള്ള മറുപടി വരണം. ആ മറുപടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്കും കളി ഉണ്ടാകും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് വരിക. അത് അനൗൺസ് ചെയ്യേണ്ടത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനാണ്, AFA ആണ് അനൗൺസ് ചെയ്യേണ്ടത്. അത് അനൗൺസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ അറിവ്. അല്ലാതെ നമ്മുടെ പച്ചാളംബാസി വന്ന് ചതിച്ചു എന്നുള്ള നിലയ്ക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ട് അതിന് മുകളിൽ വളരെ, കാരണം നിങ്ങളിങ്ങനെ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ടീമിനെ കൊണ്ടുവരുന്ന എഫേർട്ടിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഒരു ലോകകപ്പ് നേടിയൊരു ടീമിനെ ഇന്ത്യയിൽ കളിക്കാൻ കൊണ്ടുവരും. അത് മാത്രമല്ല വേറൊരു ടീമിനെ കൂടെ കൊണ്ടുവരണം. റാങ്കിങ് 50-ന് താഴെയുള്ള ടീമിനെയും കൂടെ കൊണ്ടുവരണം. 2 ടീമുമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. ആ ടീമുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് ആ ടീമിനെ കൊണ്ടുവന്നിട്ട് വേണം അവർ കളിക്കാൻ വേണ്ടി. അർജൻറ്റീന ടീം മാത്രം വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർ കുറേ ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനനുസരിച്ച് സ്റ്റേഡിയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഹോട്ടൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെയാണ്. അങ്ങനെയുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യാമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതോടുകൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരും. ഇനി അർജൻറ്റീന ടീം ഇന്ത്യയിൽ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അവരുമായിട്ട് വെച്ച എഗ്രിമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെയല്ല ഇപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം മെസ്സി വരില്ല, അർജൻറ്റീന ടീം വരില്ല എന്ന് പറയുന്ന നെഗറ്റീവിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അതൊരു ദുഷ്ടലാക്കാണ്. അങ്ങനെ ഒരു ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കാൻ പാടില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു മീഡിയ ഹൗസ് എന്നുള്ള നിലയ്ക്കല്ല റിപ്പോർട്ടർ TV മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അർജൻറ്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്, ഈ പറയുന്ന കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ചില്ലറയായി കാണാൻ പറ്റില്ല. ഇത്രയും വലിയൊരു കമ്പനി, ഞാൻ കണക്കാക്കുന്നത് കോടിക്കണക്കിന് ആരാധകർ ഇന്ത്യയിലുള്ള ഒരു ക്രിക്കറ്റ് താരത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു എഫേർട്ടിനെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വരില്ല എന്ന് നെഗറ്റീവ് ഉണ്ടാകും വളരെ എളുപ്പമാണ്. റിപ്പോർട്ടർ TV അല്ലെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല, അല്ലെങ്കിൽ AFAൻ്റെ അർജൻറ്റീന ടീം ഇന്ത്യയിൽ കേരളത്തിൽ കളിക്കാൻ വരില്ല എന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്തിട്ട് ആ സംവിധാനത്തെ ഇല്ലാതാക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് മെസ്സി വരും, വരാനുള്ള
സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്, അതിന് വേണ്ട കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. എവിടുന്നാണ് ഈ സമയത്ത് ഒരു വാർത്ത പൊട്ടിപ്പുറത്തെന്ന് എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങാടി തോറ്റയിന് അമ്മയോടെന്ന് പറയുന്ന ശൈലിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് വാർത്ത വരാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടോ മെസ്സി വരില്ല എന്ന് പറയാൻ ഉള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരും, മെസ്സി വരാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ സപ്പോർട്ടാണെന്ന്. ഗവൺമെൻറ് അല്ലല്ലോ പണം മുടക്കുന്നത്, പണം മുടക്കുന്നത് റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TV പണം മുടക്കുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഞാൻ അവർ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പണം അയച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക, അതിനനുസരിച്ച് ടീമിനെ ഉണ്ടാക്കാൻ പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആരോട് ഞങ്ങൾ കളിക്കുന്ന ടീമിനെ ഞങ്ങൾ ഉണ്ടാക്കണം. ഏത് പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നമ്മൾ കളിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവർക്ക് വരുന്ന ഫ്ലൈറ്റ് ബിസിനസ് ക്ലാസ്സിൽ വേണമെന്ന് പറയുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. ഈ പണം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കണമെങ്കിൽ ഇവിടുത്തെ പണം അയക്കുന്ന ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഒത്തിരി ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയ്ക്ക് പണം അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് പണം അയക്കാൻ പറഞ്ഞാൽ പണം അയക്കില്ല. അയക്കണമെങ്കിൽ അതിൻ്റേതായ അപ്രൂവൽ ഒത്തിരി എടുക്കണം. ആ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഞങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ അപ്രൂവലിൻ്റെ ഭാഗമാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ, RBIൻ്റെ പെർമിഷൻ, ഫിനാൻസിൻ്റെ പെർമിഷൻ, അങ്ങനെയുള്ള ഒത്തിരി ക്രൈറ്റീരിയകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് ഞങ്ങൾക്ക് സമയമുണ്ട്. അതിന് നിയമ നടപടി സ്വീകരിച്ചു, അത് ചെയ്തു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ആകാശത്തു നിന്നുണ്ടായ സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ AFAൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന് പോസിറ്റീവ് റെസ്പോൺസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പറയുന്ന വാർത്തയൊക്കെ അടിസ്ഥാനരഹിതമാണ്. മെസ്സി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, ഞാൻ മാത്രമല്ല. ഇത് എനിക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഞാൻ ഗവൺമെൻറ്റിനോടും ഒക്കെ പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ എഫേർട്ട് എനിക്ക് വേണം എന്ന് പറയുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളും കൂടെ ചെയ്തു തരണം. അപ്പം ഇത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല. അത് തീരുമാനിക്കേണ്ട AFA ആണ്. ഇന്ത്യയിൽ കളിക്കണോ തീരുമാനിക്കേണ്ടത് AFA ആണ്. റിപ്പോർട്ടർ TV എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും. അതിനൊരു പ്രശ്നം ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത്.